ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, ആദരണീയരായ ഗുരുജനങ്ങളെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഇന്നീ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ മാതൃഭാഷയെക്കുറിച്ച് ഏതാനും വാക്കുകൾ സംസാരിക്കാനാണ്. അതിന് തുണച്ച സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. മലയാളം എന്ന വാക്ക് ഒരു കാലത്ത് ദേശീയനാമം മാത്രമായിരുന്നു. മലയാള നാട്ടിലെ ഭാഷ എന്ന നിലയ്ക്ക് മലയാള ഭാഷ എന്ന് പറഞ്ഞു വരുന്നു. എങ്കിലും ഈ ഭാഷ അറിയപ്പെട്ടിരുന്നത് മലയാത്മ എന്നായിരുന്നു. ദേശീയനാമം തന്നെ ഭാഷാനാമമായി പരിണമിച്ചതോടെ പഴയ മലയാള ഭാഷ എന്ന് സൂചിപ്പിക്കുവാൻ മലയാത്മ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. മലയാളം സംസാരിക്കുന്ന പൊതുജനവിഭാഗത്തെ മലയാളികൾ എന്ന് വിളിച്ചു പോരുന്നു. ലോകത്താകമാനം 3.75 കോടി ജനങ്ങൾ മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യയിലെ 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം. മലയാള ഭാഷ കൈരളി എന്നും അറിയപ്പെടുന്നു. കേരളത്തിനും ലക്ഷദ്വീപിനും പുറമെ ഗൾഫ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, മലേഷ്യ എന്നിവിടങ്ങളിലുള്ള അനേകം ജനങ്ങൾ മലയാളം ഉപയോഗിച്ചു പോരുന്നു. ഒരു കാലത്ത് ദേശീയനാമം മാത്രമായ മലയാളത്തെ കുറിച്ച് കേൾക്കുമ്പോൾ കോരിത്തരിച്ചിരുന്ന സമൂഹം ഇന്ന് അതിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ്. മലയാളം എന്ന വാക്ക് ഒരു കാലത്ത് ദേശീയനാമം മാത്രമായിരുന്നു. മലയാളം എന്ന് കേൾക്കുമ്പോൾ പുച്ഛം തോന്നുന്ന ഒരു രീതിയാണ് ഇന്നത്തെ സമൂഹത്തിൽ ഉൾപ്പെടുന്നത്. കേരളത്തിൻ്റെ തനതു ഭാഷയായ മലയാളത്തെ ഉന്മൂലനം ചെയ്യുവാൻ ഇന്നത്തെ സമൂഹം മടിക്കുന്നില്ല. നമുക്ക് മറ്റ് ഭാഷകളും ആവശ്യമാണ്. എങ്കിലും മലയാള ഭാഷയെ തള്ളിക്കളഞ്ഞുകൊണ്ടാകരുത് മറ്റ് ഭാഷകളിലേക്കുള്ള കുതിച്ചുചാട്ടം. നാം കേരളീയരാണ്, നമ്മുടെ ഭാഷ മലയാളമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.